സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ്. എല്ലാ ജില്ലകളിലും ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തെക്കൻ ജില്ലകളിൽ മഴക്കെടുതി രൂക്ഷമാണ്. തിരുവനന്തപുരത്ത് ഇന്നലെ തുടങ്ങിയ ശക്തമായ മഴ തുടരുകയാണ്. കനത്ത മഴയിൽ പട്ടം ഗവൺമെന്റ് ഗേൾസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണു. സ്കൂളിലും പിൻവശത്തെ ക്ലാസ് മുറികളോട് ചേർന്ന മതിലാണ് തകർന്നത്. സമീപത്തുള്ള മതിലും അപകടാവസ്ഥയിലാണ്. നേരത്തെ കുറച്ച് ഇങ്ങനെ തള്ളി നിപ്പുണ്ടായിരുന്നു. ക്ലാസ് റൂമിനോട് ചേർന്നിരിക്കുകയും ചെയ്യുന്നതാണ്. താഴെ കുട്ടികൾ ഇതിലെയാണ് നടന്നു പോകുന്നതും വണ്ടികളും പോകുന്നത്. പത്തനംതിട്ട കോന്നി കൂടൽ ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്തെ ആൽമരം കടപുഴകി വീണു. 50 വർഷം പഴക്കമുള്ള ആൽമരമാണ് വീണത്. ആർക്കും പരുക്കില്ല. സ്കൂൾ മുറ്റത്ത് ആൽമരം വീഴാൻ കാരണം ജില്ലാ പഞ്ചായത്തിന്റെ അനാസ്ഥയെന്നാണ് PTA ഭാരവാഹികളുടെ ആരോപണം. അപകട ഭീഷണി ഉയർത്തുന്ന മരങ്ങൾ 2 ദിവസത്തിനുള്ളിൽ മുറിച്ചു മാറ്റുമെന്ന് കോന്നി തഹസിൽദാർ അജേഷ് 24നോട് പറഞ്ഞു. 10-75 കൊല്ലം പഴക്കമുള്ള ഈ ആൽമരം പലതവണ നമ്മൾ പരാതി കൊടുത്തതാണ് മുറിച്ചു മാറ്റാൻ. ഫണ്ടില്ല എന്നും പറഞ്ഞ പേരിൽ ഇത് നമുക്ക് അനുവദിച്ചു തരുന്നില്ല. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. മീനച്ചിലാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. തൃക്കുടിത്താനത്ത് വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണു. ആർക്കും പരുക്കില്ല. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ ഷട്ടറുകൾ വീണ്ടും ഉയർത്തി. ഫോർട്ട് കൊച്ചിയിൽ കടകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു. ഈ മരം ശോചനാവസ്ഥ എപ്പോഴെങ്കിലും വീഴാന്നുള്ള നമ്മൾ പേടിച്ചിട്ട് നമ്മൾ 3 വർഷമായിട്ട് ഇത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ 3 വർഷമായിട്ടും മരം മുറിക്കുന്ന പരിപാടി മാത്രം നടന്നില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.